അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് ശാമുണ്ണേട്ടന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിച്ചുകൊണ്ട് സഖാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു ഭരണ തുടർച്ച വേണം എന്ന് ഞങ്ങൾ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 കൊല്ലക്കാലമായി കേരളം ഭരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 59 മാസം പിന്നിട്ടു. വരുന്ന മെയ് മാസം 17-ാം തീയതി ആയാൽ 60 മാസമാവും. ഈ 5 വർഷത്തിനിടയിൽ 50 കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെന്റ് നടപ്പാക്കിയത്. 1ാം കേരള നിയമസഭയിൽ സഖാവ് EMS നമ്പൂതിരിപ്പാടായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വെറും 2 വർഷം തികച്ച് നടപ്പാക്കാൻ സാധിച്ചില്ല. കുപ്രസിദ്ധമായ വിമോചന സമരത്തിലൂടെ ആ ഗവൺമെന്റിനെ പിടിച്ചു പുറത്താക്കി. പിന്നീട് 67-ലാണ് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള സഖാവ് നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റിനെ 69-ൽ പിടിച്ചു പുറത്താക്കി. പിന്നീട് 80-ൽ വന്നു. 81 ഒക്ടോബറിൽ ആന്റണിയും മാണിയും കാലുവാരി ആ ഗവൺമെന്റിനെ താഴെയിറക്കി. പിന്നീട് 87-ൽ വന്നു. 91 വരെ ഭരിച്ചു. 91-ൽ BJPയുമായി സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ അവർ നമ്മളെ നേരിട്ടു. 45 മണ്ഡലത്തിൽ BJPയുമായുള്ള സഖ്യമായിരുന്നു. അങ്ങനെ 91 മുതൽ 96 വരെ UDFന്റെ ഭരണമുണ്ടായി. ആ 96-ൽ വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. 2001 വരെ ഭരിച്ചു. 2001-ൽ നമുക്ക് ഭരണം നഷ്ടപ്പെട്ടു. 2006 വരെ അവർ ഭരിച്ചു. 2006 മുതൽ ഇപ്പോൾ 2011 വരെ നമ്മൾ ഭരിക്കുകയാണ്. ഇതിനിടയിൽ നടപ്പാക്കിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പഴയ ആളുകൾക്ക് ഒന്ന് ഓർമ്മ പുതുക്കാൻ, പുതിയ തലമുറക്ക് ചില കാര്യങ്ങളെപ്പറ്റി വിവരമുണ്ടാവാൻ, അവരുടെ അപബോധ മനസ്സിൽ നിന്ന് ചില വേണ്ടാത്തരങ്ങൾ ഒഴിവാക്കാൻ ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാജ്യത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ പ്രവർത്തിച്ചവരല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് എന്നുള്ള രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവർക്കും പല അനുഭവങ്ങളും പറയാനുണ്ടാവും. എനിക്ക് വയസ്സ് 56 എന്നാൽ ഒരു 1986 വരെ 10-25 കൊല്ലം മുമ്പ് വരെ ഞാൻ മുസ്ലിം ലീഗായി. എന്റെ കോലം പച്ച സംസറ്, പച്ച തുണി, പച്ച കുപ്പായം, പച്ച തലക്കെട്ട് ഒക്കെ ആയി. ഇപ്പൊ നേരത്തെ ഇവിടൊക്കെ ഉള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു മാറുന്നത്? അത് നാട്ടിന് വേണ്ടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു വർഗീയവാദിയാവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നിർത്തിയ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും പകരം അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം എന്ന് ഞങ്ങൾ പറയുന്നത്. ആ സ്ഥാനാർത്ഥിയോട് വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. അദ്ദേഹത്തിനോട് നമുക്കെന്ത് വിരോധം? അദ്ദേഹമായിട്ട് അടുത്ത് ഇടപഴകാൻ പോലും ഇവിടുള്ള മിക്ക ആളുകൾക്കും സാധിച്ചു എന്നൊന്നും വരില്ല. പക്ഷെ അവർക്കൊരു സിമ്പിൾ ഉണ്ട്, അത് മുസ്ലിം ലീഗാണ്. അതിനെ കൊണ്ടു നടക്കുന്നത് കോൺഗ്രസാണ്. കോൺഗ്രസിനാണെന്നുണ്ടെങ്കിൽ ഇത് മലബാറിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് പവർ എക്സ്ട്രാ എന്ന് പറയുന്ന സാധനം വേണം. അതുകൊണ്ട് അവർ നിലനിൽക്കുക, അതല്ലാതെ അവർക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന പ്രവർത്തനത്തെ ഇങ്ങനെ നേരിടുന്നത് നിങ്ങളൊന്ന് ചെറുതായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തെരഞ്ഞെടുപ്പ് കണ്ടു വരുമ്പോ ഇവര് പറയും കമ്മ്യൂണിസ്റ്റുകാർക്ക് അള്ളി നബിയില്ല, അവര് മുനാഫിക്കീങ്ങളാണ്, കാഫിരിച്ചിങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുക. തെരഞ്ഞെടുപ്പ് കണ്ട് അടുക്കുന്ന സമയത്താണ് ഇവർക്കൊക്കെ അള്ളാഹു നബിയൊക്കെ ഓർമ്മയാകുക. മുസ്ലിം ലീഗിന്റെ ആളുകൾ മന്ത്രിമാരായെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2001 തെരഞ്ഞെടുപ്പിൽ
ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി, ആന്റണി മുഖ്യമന്ത്രിയായി, ബാക്കിയുള്ള ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്ത ആ സമയത്തുള്ള കോലം ഒന്ന് മനസ്സിൽ കണ്ടുനോക്കിയാൽ. ലീഗിന്റെ മന്ത്രിമാര് തൊപ്പിയൊക്കെ തലയിലിട്ട് അള്ളാന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നെ മന്ത്രിമന്ദിരത്തിലേക്ക് അത് കയറിപ്പോയപ്പോ ആ തൊപ്പി കയറിയിട്ട് ഒരൊറ്റ കയറി അള്ളാൻ ഇപ്പുറത്ത് കൂടി അതിരുന്നാലും പിന്നെ ഓൾക്ക് ആ രണ്ട് സാധനം ഓൾക്ക് വേണ്ട, അതോടുകൂടി കഴിഞ്ഞാൽ. അങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റുകാർ? അല്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ കേരളത്തിന്റെ അവസ്ഥ എന്താ? കേരളത്തിലെ ഖജനാവിൽ 4 കോടി 2 പെരിച്ചാഴിയുണ്ട്. വേറെന്തെങ്കിലും ഉണ്ടോ? 28 മാസത്തെ കർഷകത്തൊഴിലാളി പെൻഷൻ അത് കുടിശ്ശികയായി. കുഷ്ഠരോഗികൾക്ക്, ക്ഷയരോഗികൾക്ക് തുടങ്ങിയിട്ടുള്ള ഈ ക്ഷേമ പെൻഷനുകളുണ്ട്. ക്യാൻസർ രോഗികൾക്കൊക്കെ ഈ പെൻഷന്റെ അപേക്ഷ കൊടുത്താൽ ഫയല് പറവറക്കും. കാരണം ഇരുന്ന് എഴുതുന്ന ഉദ്യോഗസ്ഥന് പേടിയാ, വളച്ചോടെ തിരുന്നല്ലേ നാളെ മരണപ്പെട്ടു എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഫയല് പറവറക്കും. ഞാനൊരു 10-12 എണ്ണത്തിന് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൊടുത്തു. അപ്പൊ ഇതിങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണല്ലോ. എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു സ്ഥാനാർത്ഥി ഉണ്ട്, അതിന് ക്യാൻസറാണ്. ആ വിവരവിദ്യനെ അറിഞ്ഞില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് കീമോതെറാപ്പി ഒക്കെ നടത്താൻ കുട്ടികൾ ഇങ്ങനെ കൊണ്ടുപോയി. എന്താ മോനെ എനിക്കെന്ന് വയ്ക്കും, ഡോക്ടറോട് അറിയും, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. വീഴ്ച മരിച്ചു അറിഞ്ഞില്ല. ഞാൻ അതിന്റെ പെൻഷന്റെ കടലാസ് കൊണ്ടു കൊടുത്തപ്പോ പറഞ്ഞു അത്. ഇപ്പൊ അത് ഇതുവരെ 250 ഉറുപ്പ്യായിരുന്നു, ഇപ്പൊ 400 ഉറുപ്പ്യായി വർദ്ധിപ്പിച്ചു. അങ്ങനെ ആ ക്ഷേമ പെൻഷനുകളൊക്കെ UDFന്റെ ഭരണകാലത്ത് കുടിശ്ശികയായി. നമ്മുടെ വിദ്യാഭ്യാസ രംഗം നിങ്ങൾക്കറിയാലോ. 2 സ്വാശ്രയ മെഡിക്കൽ കോളേജ് സമം ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് എന്നാ പറഞ്ഞത്. അങ്ങനെ പെട്ടിപ്പീടിയയിൽ പോലും എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ഒക്കെ കൊടുത്തു. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കാരക്കോണം മെഡിക്കൽ കോളേജ് കൊടുത്തു. ഇതൊക്കെ കൊടുത്തു. അവരോട് ആന്റണി ചോദിച്ചു, 2 സ്വാശ്രയ മെഡിക്കൽ കോളേജ് സമം ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു? അന്നേരം ആ പള്ളിയിലച്ഛൻ പറഞ്ഞു കേട്ടി നിങ്ങൾ എന്താ പറഞ്ഞു? അയാൾ ചോദിക്കുക, 2 പലചരക്ക് കട കൂടിയാൽ ഒരു മാവേലി സ്റ്റോർ ആകുവാണ്. അപ്പൊ കൊടുത്തത് പലചരക്ക് കടാന്നാ പറഞ്ഞതിന് മലയാളവും. പഠിപ്പിക്കാനുള്ള ആളുണ്ടോ? ഇല്ല. എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ഥിതി എന്താ? ജസ്റ്റ് SSLCക്ക് ഒരു 210-240 മാർക്ക് വാങ്ങി, +2 എങ്ങനെങ്കിലും ഒരു 40% മാർക്ക് വാങ്ങിയാൽ കുട്ടിനെ പിടിച്ചിട്ട് എഞ്ചിനീയർ ആക്കുന്നത്. അവനോട് 1, 1.5, 3 കോൺക്രീറ്റ് കൂട്ടണം എന്ന് പറഞ്ഞാൽ 1, 18, 26 കൂട്ടും. അതുണ്ടാകുക. കാരണം 50,000 1 ലക്ഷം കൊടുത്താൽ അവരെ എഞ്ചിനീയർ ആക്കുക, ഡോക്ടർ ആക്കുക. അതായിരുന്നു സ്ഥിതി. നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ ഇപ്പം നന്നായല്ലോ. എല്ലാ ആശുപത്രികളും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തൊട്ട പിന്നിൽ ഉണ്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. UDFന്റെ ഭരണകാലത്ത് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വഹാബ് ഒക്കെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് അത് അളക്കുക, കുറ്റിയടിക്കുക, അതൊക്കെ ചെയ്തിരുന്നു. അവസാനം DYFക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉജ്ജ്വലമായ സമരം നടത്തി. ആ സമരത്തിന് അങ്ങനെ നേരിട്ട് നടക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ തൊട്ടപ്പുറത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒഴുകി പോകുന്ന വേസ്റ്റ് വാട്ടർ ഉണ്ട്. അത് ഈ വെള്ള ചീറ്റ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ പോലീസുകാരുടെ കയ്യിൽ. ആ ടാങ്കിലേക്ക് അത് അടിച്ചു കയറ്റി. എന്നിട്ട് സഖാവ് എളമരക്കരിയും സഖാവ് VKC മുഹമ്മദുമായ പ്രൊഫസർ AK പ്രേമചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ നയിച്ചു കൊണ്ടുവരുന്ന ജാഥന്റെ നേരെ അതാണ്ട് അയച്ചു കൊടുത്തു. ആ വെള്ളം മേലായ എയ്ഡ്സ് പിടിച്ചു അറിയങ്ങള്. അങ്ങനെ അവർ നേരിട്ട് അടിച്ച് കൈയും കാലൊക്കെ മുറിച്ചിരുന്നു. അങ്ങനെ പലതും അപ്പുറത്തുള്ളവർ ചെയ്തു. ഇപ്പോഴോ മെഡിക്കൽ കോളേജ് എങ്ങനെ ഉണ്ട്? അതിനപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ അല്ല ഈ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. 27,000 പ്രസവം നടക്കുന്നുണ്ട് ഒരു കൊല്ലത്തിൽ. ആ 27,000 പ്രസവം നടക്കുന്ന ആശുപത്രി ഒന്ന് പോയി നോക്കുന്നത്. ഒരു സ്വകാര്യ ആശുപത്രിയിലും ആ തരത്തിലുള്ള സൗകര്യം ഉണ്ടാവില്ല. അത്രയും നല്ല കണ്ടീഷനാക്കി കഴിഞ്ഞു. എല്ലാ ജനറൽ ആശുപത്രികളും അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികളാക്കി. മണ്ണാർക്കാട്ടൊക്കെ ഉണ്ട്. അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, വ്യവസായ രംഗമാണെങ്കിലോ 32 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുകയായിരുന്നു. അത് മാത്രമല്ല, അത് ഏതാണ്ട് എല്ലാം കൂടിയിട്ട് ഒരു 100 കോടി രൂപ അത് നഷ്ടത്തിലുമായി. അതെല്ലാ കമ്പനികളും തുറന്നു. 5 കൊല്ലമായപ്പോൾ